ഡിസംബർ 31 പാതിരാത്രി കള്ളുകുടിച്ചുകൊണ്ട് ബോധമില്ലാതെ വീട്ടിന്റെ അകത്ത് കടന്നു വന്നിട്ട് വേദനയോടെ പ്രസവിച്ച മാതാവിനെ കഴുത്തറുത്ത് കൊല്ലാൻ മടി കാണിക്കാത്ത 2 വയസ്സുള്ള 4 വയസ്സുള്ള 6 വയസ്സുള്ള പെൺകുട്ടികളെ പോലും ക്രൂരമായി മാനഭംഗപ്പെടുത്താൻ കാമത്തിന്റെ മൃഗത്തിന്റെ കണ്ണുകള് നിന്റെ മുഖത്തിൽ സമ്മാനിക്കുന്ന ഏറ്റവും വലിയ വിഷദ്രാവകമാകുന്ന മദ്യമുണ്ടല്ലോ, ആ മദ്യം കുടിച്ചുകൊണ്ട് നടക്കുന്ന, ആ മദ്യം വിളമ്പിക്കൊണ്ട് നടക്കുന്ന, ആ മദ്യത്തെ പിന്തുണച്ചുകൊണ്ട് നടക്കുന്ന, ആ മദ്യത്തെ വലിപ്പമായി കണ്ടുകൊണ്ട് നടക്കുന്ന, ആ മദ്യത്തെ വെറുപ്പില്ലാതെ മനസ്സിന്റെ അകത്ത് സ്നേഹത്തോടെ കൊണ്ടു നടക്കുന്നവന് നീ നിസ്കരിച്ചാലും നോമ്പ് പിടിച്ചാലും തൗബ ചെയ്താലും എന്റെ പ്രിയപ്പെട്ട സഹോദരാ, പൊട്ടിക്കരന്നുകൊണ്ട് പടച്ചവനോട് തൗബ ചെയ്ത് ഇനി ഒരിക്കലും മടങ്ങി വരൂലോ എന്ന തീരുമാനമെടുക്കുന്നത് വരെ എന്റെ പ്രിയപ്പെട്ടവരെ നിനക്കല്ലാന്റെ മലക്കുകൾ ശാപം ചോദിച്ചു വാങ്ങിക്കൊണ്ട് തരുന്നതാണ്. എപ്പോഴും 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 ഒരു സെക്കൻഡ് പാഴാക്കാതെ ശാപം. ഒരാൾ കള്ളു കുടിച്ചാൽ തൗബ ചെയ്യുന്നതിന് മുമ്പ് വരെ ഈ മലക്കുകൾ 2 ഭാഗത്തും ഇവന്റെ 4 ഭാഗത്തു നിന്നുകൊണ്ട് അവനെ ശപിച്ചുകൊണ്ടേയിരിക്കും. അല്ലാഹു ആ ശാപത്തെ തൊട്ട് നമ്മെ കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, മുത്തുനബി തങ്ങൾ വിശദീകരിക്കുന്നു, ഇന്ന ശാരിബൽ ഖംരി യഅതി യൗമൽ ഖിയാമ, കള്ളുകുടിക്കുന്നവൻ ഖിയാമത്ത് നാളിൽ വരുന്നതാണ്. യദ്ലു ലിസാനഹു അലാ സുദിരിഹി, അവന്റെ നെഞ്ചിലേക്ക് നാവിനെ ഇങ്ങനെ വലിച്ചിറക്കി കൊടുക്കുകയാണ് പടച്ചതമ്പുരാൻ. എന്നിട്ട് അവൻ വരുന്നതാണ് യഅരിഫുഹു കുല്ലു മൻ റആ, അവന്റെ വായിൽ നിന്ന് ശരീരത്തിൽ നിന്ന് ദുർഗന്ധം ഇങ്ങനെ പുറത്തു വന്ന് ചീന്തലൻ ഇങ്ങനെ പൊട്ടിവിടുകുമ്പോ മഹിശറിൽ നിൽക്കുന്ന മുഴുവൻ പേരും തിരിച്ചറിയുകയാണ്, ആ വരുന്നവര് മുഴുവനും കുടിയന്മാരാ, അവര് മുഴുവനും കള്ളുകുടിച്ചവരാ. എല്ലാ അധികാരികളും ആ രൂപത്തെ തിരിച്ചറിയുന്നതാണ്. അങ്ങനെ ദുനിയാവിൽ കള്ളുകുടിച്ചവരെ ആഖിറത്തിൽ അല്ലാഹു നിങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്നതെന്തെന്നറിയുമോ? പരലോകത്ത് പടച്ചതമ്പുരാൻ നിങ്ങൾക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്നതെന്തെന്നറിയുമോ? അന്യസ്തിയഹു മിൻ തീനത്തിൽ ഖബാ, തീനത്തുൽ ഖബാൽ എന്ന് പറയുന്ന വെള്ളമാണ്. ബ്രാൻഡി എന്ന് പറഞ്ഞ്, ബിസ്കി എന്ന് പറഞ്ഞ്, വോൾക്ക എന്ന് പറഞ്ഞ് കല്ലുകുടിച്ച് കൂത്താടുന്നവരെ പഠിച്ചുകൊള്ളുക. ഇന്ന് മരിച്ചാ നാളെ കബറിലാ, ഇന്ന് മരണപ്പെട്ടാ നാളെ കബറിലാണ്. എന്റെ സഹോദര, അലംഭാവത്തോടു കൂടിയിരിക്കല്ലേ, തീരുമാനമെടുക്കണോ. ചിന്തിക്കാനുള്ള കഴിവ് നിനക്ക് പടച്ചതമ്പുരാ തന്നില്ലേ, പിന്നെ എന്തിനാ ദുനിയാവിന്റെ രസവും സുഖവും മാത്രം നീ പ്രതീക്ഷിക്കുന്നത്? ഇന്ന് മരണപ്പെട്ടോൾ ആരാണ് മോനെ നിന്റെ അരികിലേക്ക് വരിക? 3 പിടി മണ്ണ് വാരിയിടാൻ പോലും ആളില്ലാത്ത, സ്നേഹബന്ധത്തിന്റെ വിലയില്ലാത്ത കാലഘട്ടമോ? ഓ, ഖബറിന്റെ അകത്ത് ഭയാനകരമായ അദാബ് തരുന്നതെന്ന് മാത്രമല്ലോ, തീനത്തിൽ ഖബോൽ എന്ന് പറയുന്ന പാനീയം നിനക്ക് അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുകയാണ്. നബി തങ്ങളോട് സഹാബികൾ ചോദിക്കുന്നു, നബിയേ വമാ തീനത്തുൽ ഖബോൽ, തീനത്തുൽ ഖബാൽ എന്ന് പറഞ്ഞാൽ എന്താ നബിയേ? മുത്തു റസൂൽ കൊടുത്ത മറുപടി എന്തോ? വഹുവ അറഖു അഹ്ലിന്നാർ, നരകത്തിൽ കിടക്കുന്ന മനുഷ്യരുടെ ശരീരത്തിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമോ, അവിടെ ശരീരം ഉരുകി ഒലിക്കുന്ന വിയർപ്പോ, അതാണ് കള്ളുകുടിയാ നിനക്ക് തരാൻ വെച്ചിരിക്കുന്നത്. മോളനിക്കാഹിന്റെ VIP-കൾക്ക് ലോഡ്ജെടുത്ത് കൊടുത്തിട്ട് കള്ളുകുത്തിക്ക് കാശ് കൊടുക്കുന്ന ആധുനിക കാലഘട്ടത്തിലെ സംസ്കാര ബോധമുണ്ടെന്ന് വീമ്പിളക്കുന്ന പണവർഗക്കാരെ പഠിച്ചുകൊള്ളുവോ? എന്ത് തോന്നിവാസവും പണമുള്ളത് കൊണ്ട് നടത്താമെന്ന തീരുമാനം വന്നു പോരെങ്കിൽ സർവ്വതും അതുപോലെ നടത്താൻ കഴിവുള്ള പടച്ചോന്റെ കോടതി നിനക്ക് തരുന്നത് നരകത്തിന്റെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന വിയർപ്പ് തുള്ളികളാണെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. രണ്ടാമതവർക്ക് കൊടുക്കുന്ന വെള്ളമെന്താ? രണ്ടാമത് കൊടുക്കുന്ന വെള്ളമെന്തോ? സഖാഹുല്ലാഹു മിൻ നഹ്രിൻ ഊത്താ, നഹ്രിൻ ഊത്തയുടെ വെള്ളമാണ്. യാ റസൂലല്ലാഹ്, നഹ്രിൻ ഊത്തത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന വഹുവ യജ്രി മിൻ ഫുറൂജിൽ മുമിസാ, വ്യഭിചാരിണികളും വ്യഭിചാരികളും ഉൾപ്പെടെയുള്ള തെറ്റുകാരുടെ ഗുഹ്യാവയവങ്ങളിൽ നിന്ന് നരകലോകത്ത് ഒലിച്ചിറങ്ങുന്ന നരകത്തിയുടെ ഗന്ധമുണ്ടല്ലോ, അത് മുഴുവനും ഒരുമിച്ച് കൂട്ടിയിരിക്കുന്ന സമുദ്രമുണ്ട്. അതാണ് നെഹ്രിൻ ഊത്തോ. കവിയുടെ വാക്കുകൾ നീ ശ്രവിക്കേണ്ട പോലെ മുത്തുനബി പറഞ്ഞത് കേട്ടിട്ട് പേടി തോന്നുന്നില്ലേ ചെറുപ്പക്കാരാ? ഇന്ന് മരിച്ചാ നാളെ കബറിലാണ് പോലെ. തോളത്ത് കൈയിട്ടവരില്ല, കൂടെ നടന്ന
വന്നവരില്ല, തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചവരില്ല, തകർന്ന മനസ്സുമാര് കൊണ്ടുവന്നവരില്ല. ആരുമില്ലടാ, ആരോരുമില്ലടാ, ഖബറിന്റെ കത്തൊറ്റക്കാണ്. സുബ്ഹാനല്ലാഹ്. മൂന്നാമത് അല്ലാഹു കൊടുക്കുന്ന പാനീയമെന്തോ മിൻ സമ്മിൽ അസാദോ, അത് മൂന്നാമത് കള്ളുകുടിയന് പടച്ചവൻ കൊടുക്കുന്നതാണ്. അതെന്തെന്ന് നബി തങ്ങളോട് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തതാ, ശർബത്തം ബിസിഖാത്തതി ലഹ്മി വജ്ഹിഹി, കുടിക്കുന്ന സ്ഥലം മുഴുവനും വെന്തുരുകി പോകുന്ന പാനീയമാണ്. ഒരൽപ്പം ബാഹ്യകത്തേക്ക് വെച്ചാൽ മുഖമുരുകി പോകുന്നതാ, നാവ് വെന്തു പോകുന്നതാ, കവിളുരുകി പോകുന്നതോ. അല്ലാഹുവേ ഞങ്ങളെ കാക്കണ റബ്ബേ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്താ, വലൗ അന്ന തിൽക ശുർബത്തി തുസബ്ബു ഫിസ് സമാവാത്, ആ വെള്ളത്തിൽ നിന്ന് ഒരു തുള്ളി എങ്ങാനും ദുനിയാവിന്റെ ആകാശത്തിൽ നിന്ന് അല്ലാഹു ഒലിച്ചു കളഞ്ഞോ, ലഹ്തറകത്തിസ് സമാവാത്, ആകാശലോകങ്ങൾ മുഴുവനും കരിഞ്ഞു പോകുന്നതോ. ആ വെള്ളത്തിൽ നിന്ന് ഒരു തുള്ളിയില്ലേ, കല്ലുകുടിയന്മാർക്ക് പടച്ചോൻ വെച്ചിരിക്കുന്നു. തീനത്തിൽ ഖബാല് പോലെ, നെഹ്റും നഊത്തത്ത് പോലെയുള്ള ആ വെള്ളത്തിൽ നിന്ന് ഒരു ഭാഗം ഇങ്ങനെ ആകാശത്തിൽ നിന്ന് താഴെ കൊടുത്താൽ ആകാശം മുഴുവനും കത്തിക്കരിഞ്ഞു പോകുന്നതാ, ഭൂമി മുഴുവനും തകർന്നടിഞ്ഞു പോകുന്നതാ. വേണമോ പ്രിയപ്പെട്ടവരെ, വേണമെങ്കിൽ കുടിച്ചുകൊള്ളുക. പിന്നെ നിന്റെ നിസ്കാരം റബ്ബിന് വേണ്ടോ, പിന്നെ നിന്റെ സ്വലാത്ത് റബ്ബിന് വേണ്ടോ, പിന്നെ നിന്റെ സ്വരക്ക പടച്ചവന് വേണ്ടോ. എന്തിനാണ് അല്ല വേണ്ടെന്ന് പറഞ്ഞ മദ്യം നമുക്കെന്തിനാ? അത് കുടിക്കാതെ ജീവിച്ചുകൂടെ, അത് കുടിക്കാതെ ജീവിച്ചുകൂടെ, അത് കുടിക്കാതെ രക്ഷപ്പെട്ടുകൂടെ, അത് കുടിക്കാതെ അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിച്ചുകൂടെ. ആരാ നിനക്ക് ആരോഗ്യം തന്നത്? മറ്റ് രാജാക്കന്മാരാണോ? നിനക്ക് കഴിവ് തന്നതാരോ? നിനക്ക് പണം തന്നതാരോ? നിനക്ക് പവർ തന്നതാരോ? കള്ളുകുടിച്ച് കൂട്ടാടാനുള്ള ആരോഗ്യം തന്നതാരോ? അതിന് പണത്തിന് വഴിതെളിച്ചു തന്നതാരോ? സർവ്വ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു തന്ന പടച്ചറമ്പുരാനോട് ഒരു നായ കാണിക്കുന്ന നന്ദി പോലും കാണിക്കാതെ ഡിസംബർ 31 പാതിരാത്രിയിൽ ഒരു വർഷം കൂടി എനിക്ക് നീട്ടിത്തന്ന റബ്ബേ എന്ന് പറഞ്ഞ് 12 മണിയാകുമ്പോ കല്ലൊഴിച്ചു കുടിച്ചില്ലെങ്കിൽ എനിക്ക് ഈ വർഷം ഇടങ്ങേറാണെന്ന് പ്രാന്തനെ പോലെ പോകുന്നു. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോ, പൊട്ടിക്കരന്നുകൊണ്ട് കണ്ണീരൊഴുക്കിയിട്ട് കുടിച്ചുപോലെ കേരളം കുടിച്ചു തീർത്ത് 14,000 കോടി കല്ലിനേക്കാൾ വിലപിടിപ്പുള്ള മുസ്ലിം ചെറുപ്പക്കാരന്റെ ചങ്ക് പൊട്ടിയ കണ്ണുനീരിന്റെ വില അല്ലാഹുവിന്റെ ദർബാറിലേക്ക് എടുത്തുകൊടുത്തിട്ട് പൊട്ടിക്കരന്നുകൊണ്ട് പോവുകയോ ഈ സമുദായത്തിന്റെ മക്കൾ നട്ടല്ലുറപ്പോടെ തീരുമാനമെടുക്കാൻ പോവുകയോ?